പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ശ്രീലക്ഷ്മി. ഞെട്ടലോടെ തന്നെ അവൾ ഋഷിയെ തിരിഞ്ഞു നോക്കി. ഹേയ്, ഈ ഓക്കെ? ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. എല്ലാം കണ്ടും കേട്ടും തരിച്ചു നിന്നുപോയ ശ്രീലക്ഷ്മി അവനെ കണ്ണും വിടർത്തി തന്നെ നോക്കി നിന്നു അല്പനേരം. നിന്റെ ഈ വക സ്വഭാവങ്ങളൊക്കെ ഇതോടെ നിർത്തിക്കോ സിദ്ധാർത്ഥ്. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്തുന്നത്? ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യാനേ പാടില്ലായിരുന്നു. ദേ, ഇനി മേലാൽ നീ കുടുംബകാര്യങ്ങളിലും വർമാസ് ബിസിനസ്സിലും ഇടപെടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഇതുപോലെ ആവില്ല എന്റെ പ്രതികരണം. അഞ്ജലി മഹാദേവി വർമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ത്രൈ മീഡിയയിൽ അവനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മഹാദേവിയുടെ പെറ്റ് ഗ്രാൻഡ്സൺ സിദ്ധാർത്ഥ് മാത്രമാവുമെന്നും അഞ്ജലി പറഞ്ഞു. ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്റെ എല്ലാ വരാൻ പോകുന്ന പ്രോഗ്രാമുകളുടെയും പ്ലാനും ഷെഡ്യൂൾസും എല്ലാം ശ്രീലക്ഷ്മി ശ്രദ്ധിക്കണം. ഇതിനൊന്നും നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ലെങ്കിൽ വർമാസ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ത്രൈ മീഡിയ അറിയിക്കും. അഞ്ജലി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും വിധമായിരുന്നു പറഞ്ഞത്. ശരി, ഞാൻ എടുത്തോളാം, പഴയ പോലെ തന്നെ, ശ്രീലക്ഷ്മി പറഞ്ഞു. അതെ, എല്ലാ ചുമതലകളും ശ്രീലക്ഷ്മി ഏറ്റെടുത്തോളും. മഹാദേവി വർമ്മ വാക്കുകൊടുത്തു. അവർക്ക് അതൊട്ടും താല്പര്യമായില്ലെങ്കിലും മറ്റ് വഴിയില്ലാതെ അഞ്ജലിയുടെ ഡിമാൻഡ്സ് എല്ലാം മഹാദേവി വർമ്മ സമ്മതിച്ചു കൊടുത്തു. അഞ്ജലിയുടെ നിർദ്ദേശങ്ങൾ അവൾ മഹാദേവി വർമ്മയെ കൊണ്ടുകൂടി അംഗീകരിപ്പിച്ചപ്പോൾ വർമാസ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെല്ലാം ശ്രീലക്ഷ്മിയുടെ അസൂയ തോന്നി. ഇപ്പോഴത്തെ അപവാദം ശ്രീലക്ഷ്മിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയാലും ത്രൈ മീഡിയയുടെ പിന്തുണയുള്ളിടത്തോളം അവൾ തീർച്ചയായും ഒരു താരമായി മാറും. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ശ്രീലക്ഷ്മിക്ക് സ്വന്തമായി നല്ലൊരു ഇമേജും നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനും പറ്റും. മഹാദേവി വർമ്മ തീരുമാനം അറിയിച്ചപ്പോൾ അഞ്ജലി ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങട്ടെ മാഡം. അവൾ പോകുന്നതിനു മുൻപ് രഹസ്യമായി ഋഷിനെ നോക്കി കണ്ണിറുക്കി. ഇപ്പോ മുത്തശ്ശിക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരാളെ ശിക്ഷിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അന്വേഷിച്ചിട്ടേ തീരുമാനിക്കാവൂ. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു തീരുമാനത്തിന് സമ്മതം പറയേണ്ടി വന്നതിന് പുറമെ ഋഷിന്റെ ഉപദേശം കൂടി കേട്ട് മഹാദേവി വർമ്മയ്ക്ക് ദേഷ്യം വന്നു. അവർ കലിപൂണ്ട് നിൽക്കുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ഋഷിൻ സ്റ്റുഡിയോയിൽ നിന്ന് പോകാനായി ഇറങ്ങി. ഋഷി, ഒരു മിനിറ്റ്, ഒന്ന് നിൽക്ക്. ഒരു പിൻവിളി അവിടെ ഉയർന്നു. അവൻ വാതിൽക്കൽ എത്തിയപ്പോൾ ശ്രീലക്ഷ്മി അവനെ വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. എന്തിനാടോ ഓടുന്നേ? ഞാൻ പോയില്ലല്ലോ. ഒരു മിനിറ്റോ ഒരു വർഷമോ വേണമെങ്കിലും ഞാൻ ഇവിടെ നിൽക്കാം. സീരിയസ് മൂഡ് മാറ്റി ഋഷിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മിയുടെ മുഖം ചുവന്നു. അവൾ ചോദിക്കാൻ വന്ന കാര്യം മറന്ന് മുരടനക്കി. ഋഷി, ഞാനൊരു കാര്യം ചോദിക്കാൻ വരുമ്പോ നീ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ? ഋഷി, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നു? അതിനാദ്യം ഉത്തരം പറയൂ. ശ്രീലക്ഷ്മി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. സർപ്രൈസ്? എന്താ, ഇഷ്ടമായില്ലേ? നീ നടത്തുന്ന പരിപാടി എങ്ങനെ നടക്കുന്നു എന്ന് കാണാൻ വന്നതാ. ഋഷിൻ പകുതി സത്യവും പകുതി നുണയും പറഞ്ഞു. നീ വന്നതുകൊണ്ട് ഇവിടെ നടന്ന പ്രശ്നം നിനക്ക് മനസ്സിലായല്ലോ. പക്ഷേ അഞ്ജലി വരുന്നതിന് മുന്നേ നീ സത്യം മുഴുവൻ അറിയുന്ന പോലെയാണല്ലോ സംസാരിച്ചത്. അപ്പോ അത് ചെയ്തത് സിദ്ധാർത്ഥാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അവൾ അടുത്ത ചോദ്യം ചോദിച്ചു. നീ എന്താണോ ഇങ്ങനെ പോലീസുകാരെ പോലെ കൊച്ചൻ ചെയ്യുന്നേ? നിനക്ക് ഓവർ തിങ്കിങ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവളെ വിശ്വസിക്കാവുന്ന എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യണമല്ലോ. ഋഷിൻ, യൂസ് യുവർ ബ്രെയിൻ, പെട്ടെന്ന് ആലോചിക്ക്. ഋഷിൻ മനസ്സിൽ വിലപിച്ചു. എന്താ ഋഷി ആലോചിച്ച് നിൽക്കുന്നേ? ചോദിച്ചത് മനസ്സിലായില്ലേ? ഓ, അത് നിന്റെ മുത്തശ്ശി മഹാദേവി വർമ്മയ്ക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട് ആണെന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണയാണ്. കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവും. അവിടെയുള്ള സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മുന്നേ അറിയാവുന്ന കാര്യമാണത്. സിദ്ധാർത്ഥ് മാത്രമേ ആ പണി ചെയ്യുള്ളൂന്ന്. അല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആരും പറയില്ല എന്നേ ഉള്ളൂ. നിന്റെ മുത്തശ്ശിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് സ്ഥാനം പോവുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഒന്നും മിണ്ടില്ല. ഋഷിൻ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, ശ്രീലക്ഷ്മിയും സമ്മതിച്ചു. അവൾ വീണ്ടും എന്തെങ്കിലും പറയും മുൻപ്
ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു. ഹാവു, ശ്രീലി ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും മുമ്പേ കോൾ വന്നത് നന്നായി. എന്റെ സാറാ വിളിച്ചത്. ഞാൻ പോവാൻ ലേറ്റായി. പോകുക കേട്ടോ, ബൈ. അവൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ അതും പറഞ്ഞ് ഋഷി വേഗം അവിടെ നിന്ന് പോയി. ചോദിച്ചില്ല, അതിനിടയ്ക്ക് മുങ്ങിയത് കണ്ടോ? നിന്നെ ഞാൻ എടുത്തോളാം ഋഷി. ശ്രീലക്ഷ്മി അവൻ പോകുന്നത് നോക്കി മനസ്സിൽ വിചാരിച്ചു. പ്രയാഗയായിരുന്നു അല്പം മുമ്പേ അവനെ വിളിച്ചത്. കോൾ വന്നപ്പോൾ കാര്യമായി ഒന്നും തന്നെ ഋഷിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവൻ പ്രയാഗയ്ക്ക് ഡയൽ ചെയ്ത് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. പറയൂ പ്രയാഗ, എന്തിനാ പെട്ടെന്ന് എന്നെ വിളിച്ചത്? എന്തെങ്കിലും സഹായം വേണമായിരുന്നോ? ഋഷി ശാന്തമായ സ്വരത്തിൽ അവളോട് ചോദിച്ചു. അതെ ഋഷിൻ, എനിക്കിപ്പോ തന്റെ ഒരു സഹായം വേണം. താനിപ്പോ ഫ്രീ ആണോ? അത് ചോദിക്കുമ്പോൾ പ്രയാഗയുടെ ശബ്ദത്തിൽ കലർന്ന പരിഭ്രമം ഋഷി ശ്രദ്ധിച്ചു. താൻ എവിടെയാ? ഋഷി പെട്ടെന്ന് തന്നെ പ്രയാഗയോട് ചോദിച്ചു. ഞാൻ ഷോപ്പിൽ തന്നെയുണ്ട് ഋഷി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് പെട്ടെന്ന് വരാവോ? ഉടനെ തന്നെ പ്രയാഗ അവനോട് പറഞ്ഞു. ഞാൻ 20 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഋഷി തന്റെ വാച്ചിൽ നോക്കി പറഞ്ഞു. പറഞ്ഞതിലും 5 മിനിറ്റ് നേരത്തെ ഋഷി പ്രയാഗയുടെ ജ്വല്ലറിയിലെത്തിയിരുന്നു. ഷോപ്പിനുള്ളിലേക്ക് നടന്നതും ആരൊക്കെയോ അവിടെ കൂടി നിന്ന് എന്തോ കാര്യമായ ചർച്ചയിൽ ഏർപ്പെട്ടതായിരുന്നു ഋഷി കണ്ടത്. ഇത് ഉറപ്പായും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ ഒരു അടിയങ്ങ് വെച്ചേരും, ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറഞ്ഞു. എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ വാതുവയ്ക്കും. ഐ സ്വെയർ ഇത് ഒറിജിനൽ തന്നെയാ, മറ്റൊരാൾ തിരിച്ചു പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം 2 സംഘങ്ങളായി പിരിഞ്ഞ് അടിയിടുകയായിരുന്നു. ഋഷി മെല്ലെ ആ ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിനിടയിൽ ഒരാൾ സംശയത്തോടെ എന്തോ നോക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോ എല്ലാവരും ഇതും പറഞ്ഞാണ് അടിയിടുന്നത്. ഋഷി അല്പനേരം അതും നോക്കി ചിന്തിച്ചു നിന്നു. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അതൊരു പെയിന്റിംഗ് ആയിരുന്നു. അതാണ് എന്റെ അച്ഛൻ വേണുഗോപാൽ. നടുവിൽ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാട്ടി പ്രയാഗ ഋഷിയോട് പറഞ്ഞു. പ്രയാഗ അപ്പോഴങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹായ് അങ്കിൾ, നിങ്ങൾ ആ പെയിന്റിംഗ് കുറച്ചധികം നേരമായി നോക്കുന്നുണ്ടല്ലോ. നോക്കിയിട്ട് എന്ത് തോന്നുന്നു? പ്രയാഗ ചൂണ്ടിക്കാണിച്ച ആളെ നോക്കി ഋഷി ചോദിച്ചു. താൻ നിൽക്കുന്നിടത്തു നിന്നും പെയിന്റിംഗ് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു ലാൻഡ്സ്കേപ്പ് സീനാണെന്ന് മാത്രമേ ഋഷിക്ക് മനസ്സിലായി. ആ രംഗത്ത് ഏറെ പ്രശസ്തനായ വേണുഗോപാലിന്റെ പേരും ഋഷി എവിടെയെല്ലാമോ കേട്ടിരുന്നു. പുരാവസ്തുക്കളിൽ വർഷങ്ങളുടെ ഗവേഷണ പരിചയമുള്ള വേണുഗോപാൽ കേരളത്തിലെ മുൻനിര മൂല്യനിർണ്ണയക്കാരിൽ ഒരാളായിരുന്നു. ഒരു വസ്തുവിന് എത്ര പഴക്കമുണ്ടെന്ന് അതിനെ നോക്കി ഏകദേശമെല്ലാം പറയാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഇപ്പോഴാണ് അയാൾ പ്രയാഗയുടെ അച്ഛനാണെന്ന സത്യം ഋഷി തിരിച്ചറിഞ്ഞത്. ജസ്റ്റ് ഒരു പെയിന്റിങ്ങിനെ ചൊല്ലി ഇദ്ദേഹം ഇത്രയും ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. ഋഷി അമ്പരന്നുകൊണ്ട് ഓർത്തു. സർ, ഇത് ശരിക്കും വലിയ പഴക്കമുള്ള പെയിന്റിംഗ് ആണോ? ഋഷി ചോദിച്ചത് കേട്ട് എല്ലാവരും സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ഹലോ മിസ്റ്റർ വേണുഗോപാൽ, നിങ്ങൾക്ക് ഈ വക ഒറിജിനൽ ഐറ്റംസിനോട് ഒരു കമ്പമുണ്ടെന്ന് കേട്ടതുകൊണ്ടാ ഇതുമായി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ പറയാനും മടിക്കരുത്. ഞാനിത് വേറെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാം. ഈ ടൗണിൽ നിങ്ങളുടെ കട മാത്രമല്ല ഉള്ളത്. ആ പെയിന്റിങ്ങിന്റെ ഉടമ പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ മുത്തുമാല വിൽക്കാൻ എത്തിയയാളും സെയിം രീതിയിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ പ്രയാഗ മാത്രമല്ല, അവിടെയുള്ള ജനക്കൂട്ടം മുഴുവനും ആ പെയിന്റിംഗ് വ്യാജമാണെന്ന അനുമാനത്തിലെത്തി. ഏയ് പ്ലീസ്, എനിക്ക് കുറച്ച് സമയം തരൂ. എന്തിനാ ഇത്ര തിടുക്കം കാണിക്കുന്നത്? ഞാൻ ഈ പെയിന്റിംഗ് വാങ്ങില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതിനു മുൻപായി ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കറിയണം. വീണ്ടും പെയിന്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് വേണുഗോപാൽ പറഞ്ഞു. അത് തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ വേണു? കൂട്ടത്തിൽ അയാളുടെ ഒരു സുഹൃത്ത് ചോദിച്ചു. ദൃശ്യങ്ങൾ നോക്കുമ്പോ ഇത് 17-ാം നൂറ്റാണ്ടിൽ ഒരു ഡച്ച് ലാൻഡ്സ്കേപ്പ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആരാണിത് വരച്ചതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെന്തൊക്കെയോ ശരിയാവാത്തതുണ്ട്. വേണുഗോപാൽ വീണ്ടും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ പറയുന്നത്? പെയിന്റിങ്ങിന്റെ ഉടമസ്ഥൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഒരുപക്ഷെ ആവാം, കാലം അങ്ങനെയാണല്ലോ. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.